അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വാർത്ത നമുക്ക് നോക്കിയാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇപ്പോൾ ഒരു 4 വയസ്സുകാരനാണ് ഇപ്പോൾ ഏറ്റവും പണക്കാരൻ ആയ ഒരു കുട്ടി. അതായത് രോഹൻ നാരായണമൂർത്തി. ആരാണ് ഈ രോഹൻ നാരായണമൂർത്തി? എന്തുകൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ ശതകോടീശ്വരനായി ഈ കുഞ്ഞു മാറിയത്? നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. അപ്പൂപ്പൻ്റെ സമ്മാനം 240 കോടി രൂപ. ശതകോടീശ്വരനായി ഈ 4 മാസക്കാരൻ 15 ലക്ഷം ഓഹരികളാണ് സ്നേഹ സമ്മാനമായി കൈമാറിയത്. രാജ്യത്തെ അതിസമ്പന്നർ മക്കൾക്കും പേരക്കുട്ടികൾക്കുമെല്ലാം സമ്മാനം നൽകുന്നത് ചിലപ്പോൾ വാർത്തയാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇൻഫോസിസിൻ്റെ സ്ഥാപകനായ NR നാരായണമൂർത്തി തൻ്റെ 4 മാസം പ്രായമുള്ള ചെറുമകൻ ഏകാഗ്ര രോഹൻ മൂർത്തിക്ക് നൽകിയ സമ്മാനത്തിൻ്റെ പേരിലാണ്. ജനിച്ച് വെറും 4 മാസത്തിനുള്ളിൽ 240 കോടി രൂപയുടെ അവകാശിയായി മാറിയിരിക്കുകയാണ് ഏകാഗ്ര എന്ന പ്രിഞ്ചു ബാലൻ. അപ്പൂപ്പൻ സ്നേഹസമ്മാനമായി നൽകിയ ഓഹരികളാണ് ഈ പിഞ്ചോമനയെ ശതകോടീശ്വരനാക്കി മാറ്റിയത്. ഇൻഫോസിസ് സഹസ്ഥാപകൻ സാക്ഷാൽ NR നാരായണമൂർത്തിയാണ് തൻ്റെ കൊച്ചുമകനായി വമ്പൻ സമ്മാനം നൽകിയത്. അതായത് നമ്മളെ കയ്യിൽ വലിയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അത് NSEയോ BSEയോ അറിയിക്കണം എന്നൊരു റൂളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ രേഖകൾ പ്രകാരം 240 കോടി രൂപ മൂല്യം വരുന്ന 15 ലക്ഷം ഓഹരികളാണ് NR നാരായണമൂർത്തി കൊച്ചുമകനായി വെള്ളിയാഴ്ചയുടെ ഈ ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് സമ്മാനമായി നൽകിയത്. അതായത് നാരായണമൂർത്തിയുടെയും ഭാര്യ സുധാമൂർത്തിയുടെയും മകൻ രോഹൻ മൂർത്തിയുടെയും ഭാര്യ അപർണകൃഷ്ണൻ്റെയും മകനാണ് ഏകാഗ്ര. കഴിഞ്ഞ നവംബർ 10 ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് PhD നേടിയ രോഹൻ ബോസ്റ്റൺ ആസ്ഥാനമായ സൊറോക്കോ എന്ന സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തി വരുന്നു. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനായിട്ട് ഏകാഗ്ര രോഹൻ മൂർത്തി മാറിയത്. അത് നാരായണമൂർത്തിയുടെ 3ാമത്തെ പേരക്കുട്ടിയാണിത്. മറ്റ് 2 പേരക്കുട്ടികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിൻ്റെ മക്കളായ കൃഷ്ണയും അനൗഷ്കയുമാണ് മറ്റു പേരക്കുട്ടികൾ. അതായത് നാരായണമൂർത്തി 1981 ഇൻഫോസിസ് തുടങ്ങുന്നത്. അതായത് നാരായണമൂർത്തിയും 6 പേരും കൂടിയിട്ട് പിന്നെ ആ കമ്പനി വളർന്ന് വലുതായി വളരെ വലിയ കമ്പനിയായി മാറിയത്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഓഹരി കൊച്ചുമകന് കൊടുത്തു നാരായണമൂർത്തി. അപ്പോൾ അതാണ് നമുക്കൊരു രസകരമായി തോന്നിയ ഒരു വാർത്ത. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.